ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആലു ഗോബി മസാല. അപ്പോൾ എങ്ങനെയാണ് ആലു ഗോബി മസാല തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് വരെ മൂടി വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രാണികളോ അണുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഗോബി 65 ചെയ്തപ്പോഴും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജീരകം വറുത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ജീരകം ഒരുവിധം മൂത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഈ ഒരു പാകത്തിന് ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ പച്ചമണമെല്ലാം പോകുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യമേ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് സവാള വഴന്ന് കിട്ടും. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം നമുക്ക് ഈ പൊട്ടാറ്റോവും കോളിഫ്ലവറും ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ 2 മിനിറ്റ് വരെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വെള്ളം അരിച്ചു മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കാര്യം പൊട്ടാറ്റോ ഒന്നും നമ്മൾ വേവിച്ചിട്ടില്ല. അതേപോലെ തന്നെ കോളിഫ്ലവറും ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ, തിളപ്പിച്ചിട്ടില്ല. തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വെജിറ്റബിൾ കറി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പൊട്ടാറ്റോ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. പൊട്ടാറ്റോ വെന്ത് കിട്ടുന്ന പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.